ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. സ്വിസ് യാത്രകളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നതെന്ന്. അതെ, എങ്ങനെ ഒരു നേഴ്സായിട്ട് സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്, പക്ഷെ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഷെയർ ചെയ്യുന്നു. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഒരു 30-40% ഫോറിൻ നേഴ്സസാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതലും യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള നേഴ്സസാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഏഷ്യൻസിനൊക്കെ എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റാൻ ചാൻസസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഇന്ത്യൻസും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, സ്റ്റാഫ് നേഴ്സായിട്ട്. നോൺ യൂറോപ്യൻസിനായിട്ടുള്ള ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചാൻസസ് ഭയങ്കര കുറവാണ് നോൺ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക്. പക്ഷെ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രോസസ്സുകളൊക്കെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റിക്വയർമെൻറ്റ് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും അതുപോലെ തന്നെ നഴ്സിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആഡഡ് ബെനിഫിറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ മെയിനായിട്ട് വേണ്ട അടുത്ത സംഭവമാണ് നമ്മുടെ ലാംഗ്വേജ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ലാംഗ്വേജസ് ആണ് ഉള്ളതെന്ന്. അതിനകത്ത് മെയിനായിട്ട് ഒന്നില്ലെങ്കിൽ ജർമ്മൻ, അല്ലെങ്കിൽ ഫ്രഞ്ച്, അല്ലെങ്കിൽ ഇറ്റാലിയൻ. ഓക്കെ, ഈ 3 ലാംഗ്വേജസിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. അത് B2 ലെവലാണ് കേട്ടോ നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്. ആസ് എ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ലാംഗ്വേജ് B2 വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലാംഗ്വേജ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു A2 എങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, നമ്മൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പം നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടുത്തെ സ്വിസ് അതോറിറ്റിക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവരത് വെരിഫൈ ചെയ്യും. എന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോസസ്സ് പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ എന്താണ്, നോൺ യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് യൂറോപ്യൻ കൺട്രീസിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇവർക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നും ഇവർ ആളെ എടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഹെൽത്ത് ചെക്കപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ ചെക്കപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റെക്കഗ്നിഷൻ പ്രോസസ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ റെക്കഗ്നിഷൻ പ്രോസസ്സ് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡ് റെഡ് ക്രോസ് ആണ്. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് സ്വിറ്റ്സർലൻഡ് റെഡ് ക്രോസിലോട്ടാണ് കേട്ടോ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ സ്വിസ് റെഡ് ക്രോസ് ആണ് നമ്മുടെ റെക്കഗ്നിഷൻ പ്രോസസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റി. അപ്പോൾ ഇവർ നമ്മളോട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ റെഡ് ക്രോസിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയാം. ഈ റെക്കഗ്നിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വർക്ക് പെർമിറ്റ് വേണം. അതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജോബ് സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടണം. അതാണ് ഈ റെക്കഗ്നിഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ലൈസൻസ് വേണം. ഇപ്പം നമുക്ക് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ നഴ്സിംഗ് ലൈസൻസ് പുതുക്കണം അല്ലേ. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള നമ്മുടെ നഴ്സിംഗ് ലൈസൻസ് വേണം. അപ്പോൾ അത് പുതുക്കാറായതൊന്നും ആവരുത് കേട്ടോ. ഓൾറെഡി പുതുക്കി കഴിഞ്ഞ്
പുതുക്കി കഴിഞ്ഞ ലൈസൻസ് ആയിരിക്കണം, നഴ്സിംഗ് ലൈസൻസ് ആയിരിക്കണം കേട്ടോ. ബട്ട് ഇനിയിപ്പോൾ അടുത്ത് തന്നെ പുതുക്കാറാവുകയാണെങ്കിൽ അത് പിന്നെയും നമ്മുടെ ഈ പ്രോസസ്സിനെ ലേറ്റ് ആക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പുതുക്കി വെച്ചതിന് ശേഷം മാത്രം ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നേഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇവർ പ്രത്യേകം ചോദിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത്, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ അവേഴ്സ് എത്രയാണെന്നുള്ളത്. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തിയറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര അവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന ആ സമയം, നമ്മുടെ പഠന സമയത്ത്, ജോബല്ല, നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള നമ്മുടെ പ്രാക്ടിക്കൽ അവേഴ്സ് ഇത് എത്രയാണെന്ന് അവർ പ്രത്യേകം ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അവേഴ്സും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാനുള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് കറൻറ്റ് സ്റ്റാറ്റസ്. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണോ അത് നമ്മുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ എന്താണോ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഉള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് ഗുഡ് സ്റ്റാൻഡിങ് ഇത് കൊടുക്കണം. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ CV, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മെയിനായിട്ട് ഈ റെക്കഗ്നീഷൻ പ്രോസസ്സിൽ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തെറ്റൊന്നും കൂടാതെ ഇവർ ചോദിച്ച സർട്ടിഫിക്കറ്റ്സുകൾ എല്ലാം തന്നെ മറക്കാതെ എല്ലാം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 4 ലാംഗ്വേജസ് ആണ് കേട്ടോ പറയുന്നത്. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ. ഈ 4 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ. അപ്പം നോർമലി നമ്മുടെ എല്ലാം ഇംഗ്ലീഷ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ നല്ലതാണെന്നല്ല, തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാം. അപ്പോൾ ഉറപ്പായിട്ടും ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിലാണോ ജോലി നോക്കുന്നത് ആ സൈഡിലോട്ടുള്ള ലാംഗ്വേജ് വേണം നമ്മൾ പഠിക്കാനായിട്ട്. നോർമലി ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ സംസാരിക്കുന്ന ലാംഗ്വേജ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ജോബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തീർച്ചയായും നമുക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ റെക്കഗ്നിഷൻ പ്രോസസ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടുമ്പോഴത്തേക്ക് നമുക്കറിയാലോ എവിടെയായിരിക്കും നമ്മുടെ ഏത് സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ലാംഗ്വേജ് ഒന്നില്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം. B2 ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്. നമ്മൾ റെക്കഗ്നേഷൻ പ്രോസസ്സ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് സ്വിസ് റെഡ് ക്രോസിൻ്റെ വെബ്സൈറ്റിലാണ് നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത്. റെക്കഗ്നേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഫോം നമ്മൾ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിലാണ്. അപ്പോൾ അതിനകത്തൊരു പ്രീ ചെക്ക് ഫോം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോം അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സും ഒക്കെ ചെയ്ത് ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രീ ആണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രീ ചെക്ക് ഫോം നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിപ്ലൈ തരും. നമുക്ക് ഇനി ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അതോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലയോ എന്നുള്ള ഒരു റിപ്ലൈ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് റിപ്ലൈ ആണ് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ പിന്നെയുള്ള സെക്കൻഡ് സ്റ്റെപ്പ് നമ്മളൊരു 600 CHF പേ ചെയ്യണം. അപ്പോൾ 600 CHF എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു CHF to INR കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 55,000 സംതിങ്. ഓക്കെ, അത്രയും റുപ്പീസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 600 CHF നമ്മൾ പേ ചെയ്യണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഈ 600 CHF എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം ഒരു 3 to 4 months ആണ് കേട്ടോ. 3 to 4 months എടുത്തിട്ടാണ് ഇവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. 3 to 4 months കഴിയുമ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് പിന്നെയും റിപ്ലൈ വരും. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്വിസ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഓക്കെ ആണ്, നമ്മൾ അയച്ച ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണ്, നമ്മളിവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എലിജിബിൾ ആണെന്നായിരിക്കും ഒരു റിപ്ലൈ.
ഇതല്ലെങ്കിൽ രണ്ടാമത്തേതെന്ന് വെച്ചാൽ സ്വിസ് സ്റ്റാൻഡേർഡ്സ് ഒന്നും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളോട് എക്സ്ട്രാ ചെയ്യാനുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമുക്ക് റിപ്ലൈ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല, എക്സ്ട്രാ ചില കോഴ്സസ് ഒക്കെ ചെയ്യണം എന്നാണ് നമുക്ക് റിപ്ലൈ കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു 7,600 CHF, ഏകദേശം നമ്മുടെ ഒരു 7 lakh Indian rupees വരും കേട്ടോ ഇന്നത്തെ ഇതനുസരിച്ചിട്ട്. ഒരു 7 lakh Indian rupees, 7,600 CHF നമ്മൾ പേ ചെയ്യണം. അതല്ല മറ്റേ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെയാണ്, നമുക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് കിട്ടുകയെന്ന് വെച്ചാലും നമ്മളൊരു എമൗണ്ട് പേ ചെയ്യണം. അപ്പോൾ അത് കറക്റ്റ് എത്രയാണ് എമൗണ്ട് എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല കേട്ടോ ഒരു എമൗണ്ട് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കെന്താണ് സ്വിസ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള റിപ്ലൈ ആണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിലവർ ഫസ്റ്റ് പറയുന്ന ഒരു സംഭവമാണ് നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് ഇവിടെ ചെയ്യണം. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ 3 month ആയിരിക്കാം, ചിലപ്പോൾ 6 month ആയിരിക്കാം, ചിലപ്പോൾ അത് 1 year ആയിരിക്കാം. അത് അവർ പറയുന്ന ആ ടൈം പീരീഡ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്യേണ്ടത് സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ. അപ്പോൾ അത് എവിടെ ചെയ്യണം എന്നൊന്നും അവർ നമുക്ക് പറഞ്ഞു തരില്ല, അതൊക്കെ നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എവിടെയാണ് നമ്മൾ ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു 7,600 CHF നമ്മൾ അടയ്ക്കണം എന്ന്. അത് എന്താണ്, നമ്മുടെ ലിവിങ് കോസ്റ്റ്, ട്രാവലിംഗ്, അതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അതൊക്കെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി കോഴ്സ് ഒക്കെ ഇവർ പറയും, അത് ചെയ്യാനുള്ള പൈസയാണ് ഈ 7,600 CHF എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഇൻറ്റേൺഷിപ്പാണ്. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, ഇവർ നമുക്ക് തരുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നമുക്ക് തരുന്നത് ഒരു കോംപ്ലിമെൻ്ററി കോഴ്സ് ആയിരിക്കും. അപ്പോൾ ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഇതായിരിക്കും സെക്കൻഡ് ഓപ്ഷൻ. ഇനി തേർഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും നമ്മൾ ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ഇത് രണ്ടും, അതായത് ഇൻറ്റേൺഷിപ്പും നമ്മൾ ചെയ്യണം, അതുപോലെ തന്നെ ഈ കോംപ്ലിമെൻ്ററി കോഴ്സും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് മൂന്നാമത്തെ. ഇനി നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാം ഇവർ പറയും, ആ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ആ എക്സാമിൽ നമ്മൾ പാസ്സാവണം. ഇപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, ഇവർ ഏതാണോ നമുക്ക് തരുന്നത് അത് ആ സംഭവം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിന് ഇവർ നമുക്ക് തരുന്ന ടൈം പീരീഡ് എന്ന് വെച്ചാൽ 2 വർഷമാണ്. 2 വർഷത്തിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് കേട്ടോ ഈ 2 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ കാര്യം ഇവിടെ വീണ്ടും വരുവാണ്. ഈ കോഴ്സസുകളെല്ലാം ഇപ്പം നമുക്ക് കോഴ്സാണ്, കോംപ്ലിമെൻ്ററി കോഴ്സാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോഴ്സ് എല്ലാം ഇവർ ഫ്രഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ എന്താണേലും നമുക്ക് ലാംഗ്വേജ് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവർ പറഞ്ഞേക്കുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് പിന്നെയും റെഡ് ക്രോസിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 400 CHF വീണ്ടും ഒരു ഫീസ് അടയ്ക്കാനുണ്ട്. അത് ഏകദേശം ഒരു 37,000 Indian rupees വരും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ വീണ്ടും അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 130 CHF അടച്ചിട്ട് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ ഒരു സ്വിറ്റ്സർലൻഡിലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറി. അപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ്സ് ആണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമുക്ക് സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ ഇത് കഴിയുമ്പോൾ പിന്നെ മെഡിക്കൽ ചെക്കപ്പ് ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇതല്ലാണ്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം ഒരുപാട് നേഴ്സസ് ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ജോബ് സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ജോബിൻ്റെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നേഴ്സസിൻ്റെ വേക്കൻസീസ് ഉണ്ടോയെന്ന് നമുക്ക് അതിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.